ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാൻ കാർഡിനെ കുറിച്ചാണ്. കുറേ ആളുകളുടെ സംശയമാണ് പാൻ കാർഡിൻ്റെ ആവശ്യകത എന്താണ്, പാൻ കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പാൻ കാർഡ് ഇന്ത്യയിലെ പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ്. പാൻ കാർഡ് വ്യക്തികൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ എടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് പാൻ കാർഡ് നൽകുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്, അതുപോലെ ഇൻകം ടാക്സ് അടക്കുന്നതിന്, ഏതെങ്കിലും ഒരു ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്, അതുപോലെ നമ്മൾ ഓഹരി മാർക്കറ്റിൽ നിക്ഷേപം ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ലോൺ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി, പിന്നീട് വരുന്നത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, അത് സബ്സിഡികൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ പാൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. വാലിഡിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പാൻ കാർഡ് നമ്മൾ വൺസ് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ആജീവനാന്തം ആ പാൻ കാർഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഒന്നിലധികം പാൻ കാർഡ് ഉണ്ടെങ്കിൽ സെക്ഷൻ 139A പ്രകാരം നമ്മൾ 10,000 രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് സറണ്ടർ ചെയ്യണം. ഒരു പാൻ കാർഡ് നിർബന്ധമായിട്ടും സറണ്ടർ ചെയ്യണം. അപ്പോൾ പാൻ കാർഡ് നമുക്ക് ആജീവനാന്താണ് അത് ഉപയോഗിക്കുന്നത്. അതിലെന്തെങ്കിലും ചേഞ്ചസുകൾ വരുത്താൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ പാൻ കാർഡിൽ നെയിമിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫാദറിൻ്റെ നെയിമിലൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ചസുകൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 18 വയസ്സിന് മുന്നേ എടുത്തതാണെങ്കിൽ അത് ഫോട്ടോയൊക്കെയുള്ള മേജർ പാൻ കാർഡാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. പാൻ കാർഡിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാൻ കാർഡ് ആധാരമായിട്ട് ലിങ്ക് ചെയ്യാൻ, പാൻ കാർഡിൻ്റെ എല്ലാ സർവീസുകളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.